മെസ്സേജുകൾ എനിക്ക് ശരിക്കും ഈ ഗ്രൂപ്പിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി തന്നെ പടികളെ കുറിച്ചിട്ടുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എനിക്ക്. കാരണം പടികൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ പടികൾ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിലായിട്ട് ഇപ്പോൾ 4 വർഷം 1 മാസം കഴിഞ്ഞു. എന്തായാലും മദ്യം കൊണ്ട് വളരെയധികം പറഞ്ഞ മാതിരി തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഞാൻ മദ്യം കൊണ്ട്. ചെറുപ്പകാലത്ത് തൊട്ട് തന്നെ മദ്യം കഴിക്കാൻ തുടങ്ങിയ ഒരാളാണ്. മദ്യം കൊണ്ട് ഒരു എന്താ പറയുക, ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു ഗ്രാമത്തിലേക്ക് പോകേണ്ട അവസ്ഥകൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ലൈഫിലുണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രൊഫഷണലിൻ്റെയും ബിസിനസ്സിൻ്റെയും പല മേഖലകളിലും എന്താ പറയുക, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ വളരെയധികം മദ്യം കൊണ്ട് ദൂഷ്യഫലം അനുഭവിച്ച് ശരിക്കും പ്രോഗ്രാമിനെ കണ്ടതിന് ശേഷം വളരെ ഹാപ്പി ആയിട്ടപ്പം ജീവിക്കുന്നത്. ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ശരിക്കും മദ്യം മാത്രമല്ലായിരുന്നു. കാരണം എൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള ജീവിതത്തിലേക്ക് ആണ് മദ്യം കയറി വന്നത്. പക്ഷെ അതെങ്ങനെ എങ്ങനെ കയറി വന്നു എന്ന് മാത്രമല്ല, ലൈഫ് ഫുള്ള് കൊണ്ടുപോയി. ലൈഫ് എങ്ങനെ ജീവിക്കണമെന്നോ എങ്ങനെ പെരുമാറണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് മദ്യാസക്തർ എല്ലാ രീതിയിലും പ്രഗത്ഭരായിരിക്കും. കാരണം അവരെ ഏത് മേഖലയിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം അവൻ ആ മദ്യപിച്ചിട്ടില്ലെങ്കിൽ അവന് ഭയങ്കര അതിൽ വളരെ ഉഷാറാണ്. മദ്യപിച്ച് കഴിഞ്ഞാലാണ് പുള്ളി പോക്ക്, പക്ഷെ അവന് കിട്ടാൻ പണിയാണ് എന്നൊക്കെ പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ജീവിതമല്ലായിരുന്നു അനിയന്ത്രിതമായി ഇപ്പോൾ തന്നെ മദ്യാസക്തനായത് കൊണ്ട് തന്നെ എല്ലാവരും ഒരു മാറ്റി നിർത്തപ്പെട്ട രീതിയായിരുന്നു. ജീവിതത്തിൽ നിന്ന് എല്ലാവരും മാറ്റിയിട്ടൊരു നിർത്തും. ശരിക്കും സ്വയം സാധപിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നതൊന്നല്ല. ഇന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ശരിക്കും അഭിമുഖീകരിക്കാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രശ്നമൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ എനിക്ക് വളരെയധികം എന്താ പറയുക, ഈ പടികളിലൂടെയൊക്കെ എനിക്ക് വളരെ നോക്കുമ്പോൾ എനിക്ക് വളരെയധികം അത് സക്സസ് ആവുന്നുണ്ട്. ഞാൻ എൻ്റെ പല പ്രശ്നങ്ങളെയും എനിക്ക് സക്സസ്സിലേക്ക് നയിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യമൊക്കെ എവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വൈബ്രേറ്റിംഗ് മൂഡായിരുന്നു എനിക്ക്. ഒരു മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്ന മാതിരി, എവിടെ നിൽക്കാൻ പറ്റില്ല. മദ്യത്തിൽ മാറി നിൽക്കുന്നുണ്ടെന്നല്ലാതെ എവിടേക്കും പോകാൻ ഒരു ഭയമായിരുന്നു സത്യം പറഞ്ഞാൽ. ഈ ഭയത്തിനെ പൂർണ്ണമായിട്ട് എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ എടുത്ത് കളഞ്ഞപ്പോഴാണ് എൻ്റെ ലൈഫ് തന്നെ സ്റ്റാർട്ട് ചെയ്തതെന്ന്. ഭയം ഒന്ന് മാറി നിന്നപ്പോഴാണ് എൻ്റെ ലൈഫ് ചലിക്കുക. അതായത് ഞാൻ ചലിക്കാൻ തുടങ്ങിയത് തന്നെ എൻ്റെ ഭയം കുറച്ച് മാറി നിന്നപ്പോഴാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. എനിക്ക് എന്നിപ്പോൾ എന്ത് അറിയാം, എനിക്ക് എല്ലാ കാര്യങ്ങളിലേക്കും ഒന്ന് അറിയാം. കാരണം ഞാൻ വിലയിരുത്തിയിട്ട് തന്നെ അന്ന് ജീവിക്കാറ്. പറഞ്ഞമാതിരി 4-ാം പടി ശരിക്കും വളരെയധികം പ്രചോദനം ചെയ്തൊരു ഇത് തന്നെയാണ്. ഞാനന്നത് എഴുതിയിട്ടില്ലെങ്കിൽ കൂടിയിട്ട് ഞാൻ കുറേയൊക്കെ എന്നെ തന്നെ വിലയിരുത്താറുണ്ട്. കുറേയൊക്കെ എനിക്ക് അറിയാം. കാരണം ഞാൻ 4-ാമത്തെ പടിയിലാണ് എൻ്റെ എല്ലാം കിടക്കുന്നത്. എൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളെയും പുറത്തെറിയാൻ 4-ാം പടി എന്നെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെയും ചെയ്യേണ്ട ഒരു കടമ തന്നെയാണ്. കാരണം കുറേ ഇപ്പോഴും തുറന്നു പറയാനുള്ള കുറേ കാരണങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആളുകളൊക്കെ പറയുന്നുണ്ട് എളിമ ഭയങ്കരമായിട്ട് സാധിക്കുന്നുണ്ട്, എളിമ വളരെ പുറത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴും കുറേ ഈഗോ ഇപ്പോഴും ഉണ്ട്. കുറച്ചൊക്കെ ഇപ്പോഴും ഈഗോ ഉണ്ട്. ഇപ്പോഴും ഞാൻ ചിലപ്പോൾ ചോദിക്കും, ഞാൻ എൻ്റെ പ്രൊഫഷനിൽ ഞാനിപ്പോഴും വളരെയധികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരുടെ മുമ്പിലും ഇപ്പോഴും പുറത്ത് ഭയങ്കര എളിമ അഭിനയിക്കും, ഉള്ളിൽ ചെറിയൊരു ഈഗോസിൻ്റെ കണക്ഷണങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവർ പറഞ്ഞതുണ്ട്, ഇപ്പോഴും മുഖത്ത് വിരൽ ചൂണ്ടി ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സാധനങ്ങളും ഇപ്പോഴും പൊങ്ങും. വിരൽ ചൂണ്ടി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അത് പൊങ്ങും. പക്ഷേ എന്താ പറയുക, അതൊക്കെ മനുഷ്യൻ്റെ സഹജമാണ്. പക്ഷേ ഒരു ആൽക്കഹോളിക്കായി എന്നെ സംബന്ധിച്ച് എല്ലാത്തിനും ഒരു പരിധി, ഞാൻ എപ്പോഴും ഒരു പരിധി വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു പരിധി വരെ ഞാനത് കാത്തു സൂക്ഷിക്കാറുണ്ട് എന്നുള്ളത് തന്നെ. ഒരു പരിധി വരെ ഞാനത് കാത്തു സൂക്ഷിക്കേണ്ടത് എൻ്റെ ഇതാണ്. കാരണം ചിലതിലേക്കൊന്നും ഇന്നും ഞാൻ പൂർണ്ണമായിട്ടും ഇടപെടുന്നത് അത്ര പ്രായോഗികമല്ല എന്ന് എനിക്കറിയാം. എന്നെ പറ്റി ഞാൻ വിലയിരുത്തുമ്പോൾ
ഇന്നത്തെ ഡെയിലി റിവിഷനൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഡെയിലി റിവിഷൻ തന്നെയാണ്. ഞാൻ രാവിലെ തന്നെ ഡെയിലി റിവിഷൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി റിവിഷനൊക്കെ വായിച്ചതിന് ശേഷമൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ദിനപരിപാടി തുടങ്ങാറുള്ളത്. എന്തായാലും വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഇന്ന് എല്ലാം വിലയിരുത്തി വേറെ ഒന്നുമില്ല. എൻ്റെ ലൈഫ് മുമ്പോട്ട് പോകണമെങ്കിൽ ഞാൻ എന്തായാലും 12 സ്റ്റെപ്സ് ചെയ്തേ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം 12 സ്റ്റെപ്സും ട്രഡീഷണലും ഞാൻ ചെയ്യാതെ എൻ്റെ ലൈഫ് ഒരു ആൽക്കോളിക്കിൻ്റെ എന്നെ സംബന്ധിച്ച് എനിക്ക് ലൈഫ് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി മദ്യത്തിന് മാറി നിൽക്കാം, പക്ഷേ ലൈഫിൽ പുരോഗമനം ഉണ്ടാവില്ല. പുരോഗമനം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വരാം, മാനസികമായിട്ടും ആത്മീയമായിട്ടുള്ള പുരോഗമനമൊന്നും എനിക്ക് വരില്ല. എനിക്ക് സ്പിരിച്വൽ ടച്ച് വന്നിട്ടുണ്ടെങ്കിൽ ശേഷം മാത്രമേ ഉള്ളൂ എനിക്ക് ലൈഫിൽ മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം സ്പിരിച്വൽ ടച്ച് വന്നാൽ മാത്രമേ ഉള്ളൂ എൻ്റെ ലൈഫിൽ എനിക്കൊരു മാറ്റം ഉണ്ടാവുള്ളൂ. വീട്ടിലെ പ്രശ്നങ്ങളിലായിട്ടുണ്ടെങ്കിലും പൊതുമേഖലയിലേക്ക് ഇറങ്ങിയിട്ടായിട്ടുണ്ടെങ്കിലും ഒരു ഒരു ഇരുത്തം വരും, എനിക്കൊരു ലെവലിങ് വരും. കാരണം അത് അത്രയും കൂടെ എന്നെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ള, നമ്മൾ ഈ പറഞ്ഞ മാതിരി ഭൂമിക്ക് ചുറ്റും അന്തരീക്ഷമുള്ള മാതിരി അതൊന്നും നമ്മളാ ചില കാര്യങ്ങളൊന്നും ഉള്ളോട്ട് കയറൂല, ചില കാര്യങ്ങളൊക്കെ തട്ടും. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കയറും. പക്ഷെ അതിനൊക്കെ പുറന്തള്ളാനുള്ള പവർ എനിക്ക് ശരിക്കും ഈ ഒരു സ്റ്റെപ്പ് സ്റ്റഡിയിലൂടെ എനിക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അത് ഞാൻ എന്നും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഒരിക്കലും നിലയ്ക്കാതെ ഞാൻ ലൈഫ് ലോങ് ഞാൻ മരണം വരെ ഇത് ഞാൻ പ്രാവർത്തികമാക്കണമെന്നും എനിക്കറിയാം. എന്തായാലും അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഇതൊന്ന് ചെയ്യാനുള്ള ഈ ഒരു പ്രേരണ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്നലത്തെ ദിവസത്തിനെക്കാട്ടി നല്ലൊരു ദിവസമാവട്ടെ ഇന്നത്തെ ദിവസം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.